ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന കാറിൻ്റെ അകത്തെ ഒരു കാറാണ്. അതെ, കാർസ് എന്ന മൂവിക്കകത്തെ നായകനാണ് നമ്മുടെ ഇരിക്കുന്നത്. ലൈറ്റ്നിങ് മെക്വീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിൻ്റെ കാറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഒരു ഫാൻറ്റസി കാറാണിത്. സോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സാക്റ്റ് ആ സിനിമയ്ക്കകത്ത് എങ്ങനെയാണോ കാർ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് പണിതിട്ടുള്ളത്. സ്പെഷ്യലി ഇതിൻ്റെ ടയർ ഭാഗമൊക്കെ എടുത്ത് പറയണം. അതിനകത്തൊരു ടെക്സ്ചർ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കറങ്ങുന്ന കാണുമ്പോഴത്തേക്കിനും പൊളി ലുക്കാണ്. ഇത് ഫുള്ളി മെറ്റൽ ബിൽഡ് ചെയ്തിട്ടുള്ള കാറാണ്, ഫൈബറോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത്. സോ അങ്ങനെ മെറ്റൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 299 ആണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി മെറ്റൽ വരുന്നതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്തതാണ്. അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് എക്സാക്റ്റ് ആ കാർ മൂവിയിൽ എങ്ങനെയാണോ വണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ടയറിൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അലോയും ടയർ റബ്ബർ മെറ്റീരിയലാണ് ടയർ വരുന്നത്. സാധാരണ വരുന്നത് പ്ലാസ്റ്റിക്കിലൊക്കെ ആണെങ്കിലും ഇത് റബ്ബർ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തുള്ള ഒരു വണ്ടിയാണ്. സോ ഞാൻ കൂടുതലും റിയൽ ലൈഫിലെ കാറിൻ്റെ ഡൈക്കാസ് മോഡൽസൊക്കെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കാർ കളക്ഷനോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഫാൻറ്റസി മോഡലാണിത്. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, റിയൽ ലൈഫിലെ ഏത് കാറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ്? അതിൻ്റെ അകത്തുള്ള മിക്ക കഥാപാത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും റിയൽ ലൈഫിലെ കാറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നായകൻ ഏത് കാറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.